CPM-നകത്ത് പലപ്പോഴും പണം തട്ടിപ്പ് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ CPM-നകത്ത് അത്തരത്തിൽ പണം തട്ടിപ്പ് വാർത്തകളല്ലായി മാറുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവസാനം പല വാർത്തകളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസാനവും ഒരു വയനാട്ടിൽ നിന്നും അത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. കഴിഞ്ഞ തവണയാണ് വയനാട്ടിലേക്ക് DYFIക്കാർ പിരിച്ച 1,20,000 രൂപ ഒരു പൈസ പോലും വയനാട്ടിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പരാതി പോവുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്ത സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതോടൊപ്പം തന്നെ വയനാട്ടിൽ ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി. വയനാട് പുനരധിവാസത്തിനായി പിരിച്ച തുക മേൽ കമ്മിറ്റി കൈമാറിയപ്പോൾ 4 ലക്ഷം രൂപയുടെ കുറവ്. CPM-ൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറുന്നു എന്നാണ് ഇപ്പം വരുന്ന വിവരങ്ങൾ. DYFI വയനാട് പുനരധിവാസത്തിനായി സമാഹരിച്ച തുക മേൽ കമ്മിറ്റിക്ക് നൽകിയതിൽ കുറവ് വരുത്തിയെന്ന പരാതിയിൽ പാർട്ടിയിലെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 4 ലക്ഷത്തോളം രൂപ കുറഞ്ഞതിനെ ചൊല്ലിയാണ് കഞ്ഞിക്കുഴിയിൽ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ലോക്കൽ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ജില്ലാ നേതൃത്വം വിശദീകരണം തേടി എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇതിനിടെ യുവജന നേതാവിനെ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലക്കാരനാക്കിയ നടപടിയും വിവാദത്തിലായിരിക്കുകയാണ്. യുവജന സംഘടനയുടെ കീഴ്ഘടകങ്ങളിലൂടെ വിവിധ ചലഞ്ചുകളിലായി സമാഹരിച്ച തുക അടയ്ക്കുന്നതിലാണ് വീഴ്ച ഉണ്ടായത്. 25, 26 തീയതികളിൽ ഏരിയ സമ്മേളനം നടക്കാനിരിക്കെ അടിയന്തരമായി വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന് ജില്ലാ നേതൃത്വം കർശന നിർദ്ദേശം നൽകിയതാണ് വിവരം. വിഷയം ഏരിയ സമ്മേളനത്തിൽ കത്തിക്കയറാനാണ് സാധ്യത. വിഭാഗീയത നിലനിൽക്കുന്ന കമ്മിറ്റിയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ വിഷയം ആയുധമാക്കാൻ ഒരു വിഭാഗം നീക്കം തുടങ്ങിയിട്ടുമുണ്ട്. ഫണ്ട് തിരിച്ചടവ് വൈകിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും സംരക്ഷണം ഒരുക്കിയവർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് മേൽ കമ്മിറ്റിക്ക് പരാതി നൽകാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ. നേരത്തെ കായംകുളത്ത് DYFIക്കാർ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസത്തിന് തുക കണ്ടെത്താനായി നടത്തിയ ബിരിയാണി ചലഞ്ചിനും തട്ടിപ്പ് നടത്തിയതായി ആക്ഷേപമുയർന്നിരുന്നു. അവസാനം അത് പോലീസ് കേസാവുകയും പോലീസ് DYFIയുടെ 2 പ്രമുഖ നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് ആലപ്പുഴയിൽ ഈ വിഭാഗീയത CPM-ൽ കൊടികുത്തി വാഴുന്ന ആലപ്പുഴയിൽ സമ്മേളനം നടക്കാൻ പോകുന്ന സമയത്ത് ഈ വയനാടിന് വേണ്ടി പിരിച്ച പണത്തിൽ 4 ലക്ഷം രൂപ കാണാനില്ല എന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നത്.